നമസ്കാരം. PSC സിമ്പിൾ ടിപ്സ് യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 1. ദ ഫോർജിംഗ് ടെമ്പറേച്ചർ ഓഫ് ഗൺ മെറ്റൽ അലോയ്. ഗൺ മെറ്റൽ അലോയുടെ ഫോർജിംഗ് താപനില A 280 ഡിഗ്രി സെൽഷ്യസ്, B 950 ഡിഗ്രി സെൽഷ്യസ്, C 1200 ഡിഗ്രി സെൽഷ്യസ്, D 600 ഡിഗ്രി സെൽഷ്യസ്. ആൻസർ D 600 ഡിഗ്രി സെൽഷ്യസ്. 2. ദി ഇൻസ്ട്രുമെന്റ് യൂസിംഗ് ടു ടേക്ക് ഡയറക്ട് മെഷർമെന്റ് ഫ്രം ജോബ് ഇൻ ഹോട്ട് കണ്ടീഷൻ. ചൂടുള്ള അവസ്ഥയിൽ ജോലിയിൽ നിന്ന് നേരിട്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. എ പാരലൽ റോളർ, B ഔട്ട്സൈഡ് കാലിപ്പർ, C ബ്രാസ് റൂൾ, D സ്റ്റീൽ റൂൾ. ആൻസർ C ബ്രാസ് റൂൾ. 3. ദി ആക്യുറസി ഓഫ് ഡെപ്ത് മൈക്രോമീറ്റർ. ഡെപ്ത് മൈക്രോമീറ്ററിന്റെ കൃത്യത A 0.02 മില്ലിമീറ്റർ, B 0.001 മില്ലിമീറ്റർ, C 0.01 മില്ലിമീറ്റർ, D 0.01 ഇഞ്ച്. ആൻസർ C 0.01 മില്ലിമീറ്റർ. 4. ദ സ്ക്വയർ ഹോൾ ഓൺ ദി ആൻവൽ നോൺ ആസ്. ആൻവിലിലെ ചതുരാകൃതിയിലുള്ള ദ്വാരം എന്നറിയപ്പെടുന്നു. എ ഹാർഡി ഹോൾ, B ഹോം, C ബീക്ക്, D പഞ്ച് ഹോൾ. ആൻസർ എ ഹാർഡി ഹോൾ. 5. ദ കട്ടിംഗ് ആംഗിൾ ഓഫ് എ കോൾഡ് ചിസൽ. ഒരു കോൾഡ് ഉളിയുടെ കട്ടിംഗ് ആംഗിൾ. A 90 ഡിഗ്രി, B 30 ഡിഗ്രി, C 60 ഡിഗ്രി, D 45 ഡിഗ്രി. ആൻസർ C 60 ഡിഗ്രി. 6. നെയിം ദ ടൂൾ യൂസ്ഡ് ടു എൻലാർജ് ആൻഡ് ഫിനിഷ് പഞ്ച്ഡ് ഹോൾസ് ഇൻ എ ഹോട്ട് മെറ്റൽ. ഒരു ചൂടുള്ള ലോഹത്തിൽ പഞ്ച് ചെയ്ത ദ്വാരങ്ങൾ വലുതാക്കാനും പൂർത്തിയാക്കാനും ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് നൽകുക. എ സെന്റർ പഞ്ച്, C ഫോളർ, B ഡ്രിഫ്റ്റ്, D കോൾഡ് ചിസൽ. ആൻസർ B ഡ്രിഫ്റ്റ്. 7. ദ ഹാമർ യൂസ്ഡ് ഫോർ റിവറ്റിംഗ് പർപ്പസ് ഇൻ ഇൻഡസ്ട്രിയൽ വർക്ക്. വ്യാവസായിക ജോലികളിൽ റിവേറ്റിംഗ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ചിട്ടിക. എ ക്ലോ ഹാമർ, B സ്ലെഡ്ജ് ഹാമർ, C സെറ്റ് ഹാമർ, D ബോൾ പെൻ ഹാമർ. ആൻസർ D ബോൾ പെൻ ഹാമർ. 8. ഫ്ലക്സ് യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഫോർജ് വെൽഡിംഗ് ഓഫ് കാസ്റ്റ് സ്റ്റീൽ. കാസ്റ്റ് സ്റ്റീലിന്റെ ഫോർജ് വെൽഡിംഗിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സ്. എ ക്ലേ, C ഗ്ലാസ് പൗഡർ, B ഡ്രൈ സാൻഡ്, D സാൽ അമോണിയ. ആൻസർ C ഗ്ലാസ് പൗഡർ. 9. ദ കട്ടിംഗ് ആംഗിൾ ഓഫ് എ ട്വിസ്റ്റ് ഡ്രിൽ. ഒരു ട്വിസ്റ്റ് ഡ്രില്ലിന്റെ കട്ടിംഗ് ആംഗിൾ. A 110 ഡിഗ്രി, B 59 ഡിഗ്രി, C 90 ഡിഗ്രി, D 118 ഡിഗ്രി. ആൻസർ D 118 ഡിഗ്രി. 10. ദ പ്രോപ്പർട്ടി വിച്ച് മെറ്റൽ എനേബിൾ ടു ഡ്രോ ഔട്ട് ഇൻ തിൻ വയർസ്. നേർത്ത വയറുകളിൽ ലോഹം വലിച്ചെടുക്കാൻ സഹായിക്കുന്ന സ്വഭാവം. എ ഡക്റ്റിലിറ്റി, B മാലയബിലിറ്റി, C ഹാർഡ്നെസ്, D ടഫ്നെസ്. ആൻസർ എ ഡക്റ്റിലിറ്റി. 11. മാസ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് വിസ്തീർണത്തിലെ പിണ്ഡം. എ തെർമൽ എക്സ്പാൻഷൻ, B കൊറോഷൻ റെസിസ്റ്റൻസ്, C ഡെൻസിറ്റി, D സ്ട്രക്ചർ. ശരിയായ ഉത്തരം C ഡെൻസിറ്റി. വ്യാഖ്യാനം: മാസ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് വിസ്തീർണത്തിലെ പിണ്ഡം എന്നത് ഡെൻസിറ്റി സാന്ദ്രത എന്ന ഗുണവുമായി ബന്ധപ്പെട്ടതാണ്. ഡെൻസിറ്റി സമം മാസ് വോള്യൂം. എന്നാൽ ചിലപ്പോൾ സർഫസ് ഡെൻസിറ്റി മാസ് പെർ യൂണിറ്റ് ഏരിയ എന്ന തരത്തിൽ പിണ്ഡത്തിന്റെ വിതരണവും കാണാറുണ്ട്. 12. ദ പെർസെന്റേജ് ഓഫ് കാർബൺ കണ്ടെയ്ൻസ് ഇൻ എ ലോ കാർബൺ സ്റ്റീൽ. കുറഞ്ഞ കാർബൺ സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്ന കാർബണിന്റെ ശതമാനം. A ശതമാനം 1.5%, B ശതമാനം 2%, C 15% 20%, D 1.5% 2%. ആൻസർ B ശതമാനം 2%. 13. നെയിം ദ ടൂൾ യൂസ്ഡ് ടു എൻലാർജ് എ ഡ്രിൽഡ് ഹോൾ. തുറന്ന ദ്വാരം വലുതാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര്. എ ടാപ്പ്, B റീമർ, C ഡൈ, D സ്ക്രൈബർ. ആൻസർ B റീമർ. 14. ദി അലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ. ചെമ്പിന്റെയും ടിന്നിന്റെയും അലോയ്. എ ബ്രോൺസ്, B ബ്രാസ്, C ഗൺ മെറ്റൽ, D വൈറ്റ് മെറ്റൽ. ആൻസർ എ ബ്രോൺസ്. 15. ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം. അലുമിനിയത്തിന്റെ ദ്രവണാങ്കം. A 860 ഡിഗ്രി സെൽഷ്യസ്, B 1300 ഡിഗ്രി സെൽഷ്യസ്, C 660 ഡിഗ്രി സെൽഷ്യസ്, D 320 ഡിഗ്രി സെൽഷ്യസ്. ആൻസർ C 660 ഡിഗ്രി സെൽഷ്യസ്. 16. ദ മോസ്റ്റ് ഹെവിയസ്റ്റ് മെറ്റൽ. ഏറ്റവും ഭാരമേറിയ ലോഹം. എ കാസ്റ്റ് അയൺ, C വൈറ്റ് മെറ്റൽ, B സിൽവർ, D ലീഡ്. ആൻസർ D lead. 17. സ്പെസിഫൈ ദ സോഫനിംഗ് പ്രോസസ് ഓഫ് മെറ്റൽ ഫ്രം ദ ഫോളോയിങ്. ലോഹത്തിന്റെ മൃദുത്വ പ്രക്രിയ ഇനിപ്പറയുന്നവയിൽ നിന്ന് വ്യക്തമാക്കുക. എ കേസ് ഹാർഡനിംഗ്, B ടെമ്പറിംഗ്, C അനീലിംഗ്, D നൈട്രേറ്റിംഗ്. ആൻസർ C അനീലിംഗ്. 18. സ്ലോ ആൻഡ് പ്രോഗ്രസീവ് ഡിഫർമേഷൻ ഓഫ് മെറ്റീരിയൽ വിത്ത് ടൈം അറ്റ് കോൺസ്റ്റന്റ് സ്ട്രെസ്. സ്ഥിരമായ സമ്മർദ്ദത്തിൽ സമയം കൊണ്ട് വസ്തുവിന്റെ സാവധാനത്തിലും ക്രമാനുഗതമായും രൂപഭേദം വരുത്തൽ. എ ക്രീപ്പ്, B ബ്രിട്ടിൽനെസ്, C ടഫ്നെസ്, D ഹാർഡ്നെസ്. ആൻസർ A ക്രീപ്പ്. 19. ദി ഇക്വിപ്മെന്റ് യൂസ്ഡ് ഫോർ ടേണിംഗ് ഹെവി ഫോർജിംഗ്സ് ഫ്രം ഫർണസസ്. ചൂളകളിൽ നിന്ന് കനത്ത ഫോർജിങ്ങുകൾ തിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. എ റൗണ്ട് ടോങ്, B ക്രോബാർ, C ഹോട്ട് സെറ്റ്,
ഡി പോട്ടബാർ. ആൻസർ ഡി പോട്ടബാർ. 20. ടൂൾ യൂസ്ഡ് ടു റൗണ്ടിംഗ് ആൻഡ് സ്മൂത്തനിംഗ് ഫോർജിംഗ്സ് ടു റിക്വയർഡ് സൈസ് ആൻഡ് ഷേപ്പ്. ഫോർജിങ്ങുകൾ ആവശ്യമായ വലുപ്പത്തിലും ആകൃതിയിലും റൗണ്ട് ചെയ്യാനും മിനുസപ്പെടുത്താനും ഉപയോഗിക്കുന്ന ഉപകരണം. A fullers. C. Swages. B. Saddle. D. Setting tool. ആൻസർ C. Swages. 21. The final operation done during drop forging. ഡ്രോപ്പ് ഫോർജിങ്ങിനിടെ നടത്തിയ അന്തിമ പ്രവർത്തനം. A caulking. C. Trimming. B. Scarfing. D. Drawing out. ആൻസർ C. Trimming. 22. Tool used to cut threads on a round bar of metal. ഒരു വൃത്താകൃതിയിലുള്ള ലോഹബാറിൽ ത്രെഡുകൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. A dies. C. Taps. B. Reamers. D. Tapper drill. ആൻസർ A. dies. 23. Find ferrous metal from the following. ഇനിപ്പറയുന്നവയിൽ നിന്ന് ഫെറസ് ലോഹം കണ്ടെത്തുക. A gun metal. B. Grey cast iron. C. Phosphor bronze. D. brass. ആൻസർ B. Grey cast iron. 24. Internal resistance against the applied load is known as. പ്രയോഗിച്ച ലോഡിനെതിരായ ആന്തരിക പ്രതിരോധം അറിയപ്പെടുന്നത്. A power. B. strain. C. load. D. stress. ആൻസർ D. stress. 25. During forging operation the process in which the cross-sectional area increased of metal. ഫോർജിംഗ് പ്രവർത്തന സമയത്ത് ലോഹത്തിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ വർദ്ധിച്ച പ്രക്രിയ. A fullering. C. jumping. B. punching. D. twisting. ആൻസർ C. jumping. 26. The temperature range for finished forging of low carbon steel. കുറഞ്ഞ കാർബൺ സ്റ്റീലിന്റെ പൂർത്തിയായ ഫോർജിങ്ങിനുള്ള താപനില പരിധി. A. 800°C to 850°C. B. 600°C to 650°C. C. 1250°C to 1300°C. D. 350°C to 400°C. ആൻസർ A. 800°C to 850°C. 27. Name the operation to make holes in a heated metal. ചൂടാക്കിയ ലോഹത്തിൽ ദ്വാരങ്ങളുണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനത്തിന് പേര് നൽകുക. A fullering. B. punching. C. scarfing. D. drifting. ആൻസർ B. punching. 28. The tool used for cutting operation. മുറിക്കൽ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം. A. chisel. B. reamer. C. swages. D. punch. ആൻസർ A. chisel. 29. The operation of preparing the pieces of metal for forge welding. ഫോർജ് വെൽഡിങ്ങിനായി ലോഹക്കഷണങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനം. A. hardening. B. bending. C. scarfing. D. tempering. ആൻസർ C. scarfing. 30. The gas used in general welding work. പൊതുവായ വെൽഡിംഗ് ജോലികളിൽ ഉപയോഗിക്കുന്ന വാതകം. A. nitrogen. B. oxygen. C. oxyacetylene. D. ammonia. ആൻസർ C. oxyacetylene. 31. Example for highly refined iron. ഉയർന്ന ശുദ്ധീകരിച്ച ഇരുമ്പിന് ഉദാഹരണം. A. grey cast iron. B. pig iron. C. white cast iron. D. wrought iron. ആൻസർ D. wrought iron. 32. The melting point of beryllium. ബെറിലിയത്തിന്റെ ദ്രവണാങ്കം. A. 1280°C. B. 950°C. C. 1320°C. D. 1100°C. ആൻസർ A. 1280°C. 33. Name the ore of lead. ലെഡിന്റെ അയിരിന്റെ പേര് നൽകുക. A. solder. B. lead acid. C. galena. D. bauxite. ആൻസർ C. galena. 34. The instrument used to find the center of a cylindrical job. ഒരു സിലിണ്ടർ ജോബിന്റെ മധ്യഭാഗം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. A. inside caliper. B. wing compass. C. steel rule. D. odd leg caliper. ആൻസർ D. odd leg caliper. 35. Applying metal coating using zinc in an iron material is known as. ഇരുമ്പ് വസ്തുക്കളിൽ സിങ്ക് ഉപയോഗിച്ച് ലോഹ പൂശുന്നത് എന്നറിയപ്പെടുന്നു. A. nitriding. B. carburizing. C. galvanizing. D. cyaniding. ആൻസർ C. galvanizing. 36. The alloy used as nuclear fuel. ആണവ ഇന്ധനമായി ഉപയോഗിക്കുന്ന ലോഹസങ്കരം. A. German silver. B. nichrome. C. vanadium. D. uranium. ആൻസർ D. uranium. 37. The cutting angle of raws in a single cut file. ഒറ്റക്കട്ട് ഫയലിലെ അസംസ്കൃത വസ്തുക്കളുടെ കട്ടിംഗ് ആംഗിൾ. A. 80°. B. 35°. C. 90°. D. 60°. ആൻസർ D. 60°. 38. The equipment used for measuring hole diameters. ദ്വാരവ്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. A. outside caliper. B. inside caliper. C. wing compass. D. scriber. ആൻസർ B. inside caliper. 39. The IS code for high speed tool steel. ഹൈ സ്പീഡ് ടൂൾ സ്റ്റീലിനുള്ള IS കോഡ്. IS 37491966. BIS 7291
1974, CIS 1089 മുതൽ 1968 വരെ, DIS 2086 മുതൽ 1970 വരെ. ആൻസർ BIS 72911974 40. ഫ്ലാറ്റ് ഡൈ ഫോർജിങ്സ് ആർ നോൺ ആസ് ഫ്ലാറ്റ് ഡൈ ഫോർജിങ്ങുകൾ എന്നറിയപ്പെടുന്നു. A open die forging, B press forging, C closed die forging, D hand forging. Answer A open die forging. 41. The waste that occurs while cutting an iron rod. ഇരുമ്പ് വടി മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന മാലിന്യം. A chips, B shear waste, C forging waste, D burr. Answer B shear waste. 42. Hardness of the forging die blocks vary from. ഫോർജിംഗ് ഡൈ ബ്ലോക്കുകളുടെ കാഠിന്യം വ്യത്യാസപ്പെടുന്നു. A 680 മുതൽ 820 വരെ BNH, B 120 മുതൽ 230 വരെ VNH, C 60 മുതൽ 130 വരെ BNH, D 269 മുതൽ 470 വരെ BNH. ആൻസർ D 269 മുതൽ 470 വരെ BNH. 43. ചൂസ് ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഫ്രം ദ ഫോളോയിങ്. ഇനിപ്പറയുന്നവയിൽ നിന്ന് നേരിട്ടുള്ള അളക്കൽ ഉപകരണം തിരഞ്ഞെടുക്കുക. A divider, B vernier caliper, C cinnabar, D outside caliper. Answer B vernier caliper. 44. Hardening temperature of carbon steel. കാർബൺ സ്റ്റീലിന്റെ കാഠിന്യമേറിയ താപനില. A 810 മുതൽ 830 ഡിഗ്രി സെൽഷ്യസ് വരെ, B 1060 മുതൽ 1300 ഡിഗ്രി സെൽഷ്യസ് വരെ, C 280 മുതൽ 320 ഡിഗ്രി സെൽഷ്യസ് വരെ, D 660 മുതൽ 720 ഡിഗ്രി സെൽഷ്യസ് വരെ. ആൻസർ A 810 മുതൽ 830 ഡിഗ്രി സെൽഷ്യസ് വരെ. 45. The metal used to manufacture a reamer. റീമർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. A low carbon steel, B cast iron, C brass, D high speed steel. Answer D high speed steel. 46. The melting point of silver. വെള്ളിയുടെ ദ്രവണാങ്കം. A 232 ഡിഗ്രി സെൽഷ്യസ്, B 419 ഡിഗ്രി സെൽഷ്യസ്, C 961 ഡിഗ്രി സെൽഷ്യസ്, D 1530 ഡിഗ്രി സെൽഷ്യസ്. ആൻസർ C 961 ഡിഗ്രി സെൽഷ്യസ്. 47. The cast iron is derived from pig iron in which furnace? ഏത് ചുളയിലെ പിഗ് ഇരുമ്പിൽ നിന്നാണ് കാസ്റ്റ് ഇരുമ്പ് ഉത്പാദിപ്പിക്കുന്നത്? A puddling furnace, B cupola furnace, C blast furnace, D open hearth furnace. Answer B cupola furnace. 48. The percentage of iron content in a magnetite ore. ഒരു മാഗ്നറ്റൈറ്റ് അയിരിലെ ഇരുമ്പിന്റെ അളവ് ശതമാനം. A 73%, B 48%, C 62%, D 98%. Answer A 73%. 49. The range of temperature between two critical points are known as. രണ്ട് ക്രിട്ടിക്കൽ പോയിന്റുകൾക്കിടയിലുള്ള താപനിലയുടെ പരിധി അറിയപ്പെടുന്നത്. A upper critical range, B lower critical range, C normalizing range, D thermal critical range. Answer D thermal critical range. 50. The angle of a prick punch. ഒരു പ്രിക്ക് പഞ്ചിന്റെ കോൺ. A 40 ഡിഗ്രി, C 75 ഡിഗ്രി, D 180 ഡിഗ്രി. ആൻസർ A 40 ഡിഗ്രി. 51. Temperature between upper critical point and the lower critical point. അപ്പർ ക്രിട്ടിക്കൽ പോയിന്റിനും ലോവർ ക്രിട്ടിക്കൽ പോയിന്റിനും ഇടയിലുള്ള താപനില. A tempering range, B annealing range, C critical range, D cyaniding range. Answer C critical range.